നമസ്കാരം. വിമനേജിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആത്മവിശ്വാസം കൈമുതലാക്കി ഒരു പെൺകുട്ടിക്ക് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ എത്ര ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കും? എത്ര ദൂരം വേണമെങ്കിലും പോകാം. കൈയെത്തിപ്പിടിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരും പറയുന്നത് പോലും അനായാസം കൈപ്പിടിയിലാക്കാം. അനഘ ജയൻ സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നതാണിത്. മാധ്യമപ്രവർത്തകയിൽ നിന്ന് സംരംഭക, അസിസ്റ്റന്റ് പ്രൊഫസർ, റിസർച്ചർ, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ, മോട്ടിവേഷണൽ സ്പീക്കർ, അങ്ങനെ ഏതൊക്കെ മേഖലകളിലാണ് അനഘ ജയൻ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പോലും ഇപ്പോൾ എണ്ണി തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഋതു ഹെയർ ആൻഡ് സ്കിൻ ബ്രാൻഡ് ഫൗണ്ടർ അനഘ ജയനാണ് ഇന്ന് നമുക്കൊപ്പം ഇവിടെ വിമൻ 18-ൽ അതിഥിയായി ചേരുന്നത്. അനഘ, സ്വാഗതം വിമൻ 18-ലേക്ക്. താങ്ക് യു. അനഘ ഇവിടെ അതിഥിയായിട്ട് എത്തിക്കാൻ കഴിഞ്ഞതിലും എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആർക്കും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പോലും ചിലപ്പോൾ സ്ത്രീകൾ സ്വയം വിമർശിച്ച് അങ്ങനെ ഒരു സംശയിച്ച് പുറകോട്ട് നിൽക്കുന്ന ഒരു സമയത്ത്, ഒരു സാഹചര്യത്തിലൊക്കെയാണ് ആ പ്രതിസന്ധികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് അനഘ ഇന്നീ എത്തി നിൽക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക്, ചെയ്യുന്ന ഒരുപാട് പദവികളിലേക്ക് എത്തി നിൽക്കുന്നത്. ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചില്ലേ, ആ ഇൻട്രോയിൽ പറഞ്ഞില്ലേ, പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറയാണ്, ഈ ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടിക്ക് എത്ര ദൂരം പോകാൻ സാധിക്കുമെന്നുള്ളത്. അത് അനഘ തന്നെ പറഞ്ഞതാണ് ജോഷ് ടോക്കിൽ. അപ്പോൾ അനഘയുടെ ആ ജോഷ് ടോക്ക് കേട്ടതോടുകൂടി എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ തോന്നി. ഭയങ്കര ഒരു ആരാധനയായിരുന്നു അനഘയോട് തോന്നിയത് സത്യം പറഞ്ഞാൽ. അതിൽ അനഘ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത്, നിങ്ങളെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ അവസരമാക്കി മാറ്റണം. അതിനെ, നിങ്ങളുടെ കുറവുകളെ നിങ്ങളൊരു ക്വാളിറ്റി ആക്കി മാറ്റണം എന്നുള്ളതാണ് അനഘ പറഞ്ഞത്. അങ്ങനെ ആ കുറവുകളെ, ആ കുറ്റപ്പെടുത്തലുകളെ ക്വാളിറ്റി ആക്കി മാറ്റി ആ പ്രതിസന്ധികളെ അതിജീവിച്ച് ആത്മവിശ്വാസം കൈമുതലാക്കി മുന്നേറി വന്നൊരു സ്ത്രീത്വമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ള അനഘ ജയൻ. അനഘ, ഈ എത്ര ദൂരം പോകാൻ സാധിക്കും ഈ ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടിക്ക് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നില്ലേ? എത്ര ദൂരം പോകാൻ സാധിക്കും? അനഘയ്ക്കാണ് അതിന്റെ ഉത്തരം കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നത്. എത്ര ദൂരം വേണമെങ്കിലും. കാരണം ഒരു 2 വർഷം മുമ്പത്തെ വുമൻസ് ഡേ എനിക്കിപ്പോഴും, 2 വർഷം മുമ്പത്തെ വുമൻസ് ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ ആഗ്രഹിച്ച് മോഹിച്ച് മാധ്യമപ്രവർത്തകയായി മാധ്യമപ്രവർത്തനത്തിലെ ഒരു 3.5 വർഷം കൊണ്ട് വളരെ സ്വപ്നതുല്യമായ ഒരു പൊസിഷനിൽ എത്തിയ ശേഷം അവിടുന്ന് നാളെ ഞാൻ റെസിഗ്നേഷൻ ഇട്ട് എനിക്കിനി വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് റെസിഗ്നേഷൻ ഇട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏപ്രിലായിരുന്നു എന്റെ കഴിഞ്ഞത്, എന്ന് വെച്ചാൽ നോട്ടീസ് പീരീഡ് കഴിഞ്ഞത്. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ സ്വപ്നത്തിന്റെ കൊടുമുടിയിൽ നിന്ന് തൊട്ട് പിറ്റേ ദിവസം ഒന്നുമില്ലാതെ ഹോം മേക്കർ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടുന്നായിരുന്നു എനിക്ക് കൈമുതലായിട്ടുണ്ടായിരുന്നത് കുറെ കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. അന്ന് എന്റെ സുപ്പീരിയർ ആയിരുന്ന അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു. അനഘയ്ക്ക് പറ്റിയതല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇത് അനഘയ്ക്ക് പറ്റുന്ന ഒരു കാര്യമല്ല, കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം വേണം, ഇത് ഒരു ബ്രാൻഡിന്റെ മുന്നിൽ നിൽക്കുക എന്നൊന്നും പറയുന്നത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. 2, അനഘയുടെ ലാംഗ്വേജ് വളരെ ടെക്സ്ച്വൽ ആണ്, ഇത് തീരെ സ്പോക്കൺ അല്ല, മാധ്യമത്തിന് പറ്റുന്ന ഒരു ശൈലിയല്ല എന്നുള്ളതൊക്കെയായിരുന്നു. അതുപോലെ 2 ആൾക്കാരുടെ മുമ്പിൽ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അനഘയ്ക്കുണ്ടോ എന്നുള്ളതായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോ ഒരു ബ്രാൻഡ് പ്യുവർലി സോഷ്യൽ മീഡിയയിലേക്ക് കൂടെ മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഋതു ഹെയർ ആൻഡ് സ്കിൻ. വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് അല്ലേ? പേപ്പർ ഉണ്ട്, ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള. പറഞ്ഞോളൂ. അതെ. അതുപോലെ തന്നെ ഒരു പറഞ്ഞ പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പറ്റില്ല എന്ന് വിചാരിച്ചൊരു സമയത്ത് നിന്ന് ട്രെയിനറായി മാറി. അതുപോലെ 4 പേരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിൽ നിന്ന് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ മീഡിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എല്ലാ ദിവസവും ഒരു 10-60 കുട്ടികളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ പറ്റില്ല എന്ന് പറയുന്നതെല്ലാം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതെന്താ പറ്റിയാൽ, എനിക്ക് അങ്ങനെ പറ്റാത്ത ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. ആ വിശ്വാസത്തിൽ നിന്ന് തന്നെയാണ് ഋതു ഹെയർ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ തുടക്കം. അതെ, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്, സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനറാണ്, അതേപോലെ തന്നെ മോട്ടിവേഷണൽ സ്പീക്കറാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് സംരംഭക എന്നുള്ള നിലയിലേക്ക് എത്തിയ ആളാണ് അനഘ. നമ്മൾ ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ജേർണി എന്ന് പറയുമ്പോൾ ഈ സംരംഭക എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഋതു ഹെയർ ആൻഡ് സ്കിൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാൻഡ്, ഇപ്പോൾ 100% റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബ്രാൻഡ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാരമ്പര്യവും അതോടൊപ്പം തന്നെ സയൻസും കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണമായിരുന്നു അനഘയുടേത്. ഈ മാധ്യമ പ്രവർത്തകയിൽ നിന്ന് ഇത്തരത്തിലൊരു സയൻസ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ബേസ് എന്ന് വേണമെങ്കിൽ പറയാം,
ആ ഒരു തലത്തിലേക്ക് അനഘയ്ക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ സാധിച്ചു? ഇത്ര പെട്ടെന്ന് അതെങ്ങനെ പോവാൻ സാധിച്ചു? അതത്ര പെട്ടെന്നുള്ള ഒരു മാറ്റമായിരുന്നില്ല. ഞാനൊരു 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് മുടി മൊത്തം കൊഴിഞ്ഞു പോയായിരുന്നു. അപ്പൊ തൊട്ട് ഞാൻ വളരെ ഷോർട്ട് ഹെയർഡ് ആയിരുന്നു. എന്നെ ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുന്ന കാലത്തെല്ലാം ഞാൻ ഷോർട്ട് ഹെയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവിടുന്ന് എല്ലാവരും തമാശയ്ക്ക് ബെറ്റ് വെക്കാറുണ്ട്, നമ്മുടെ ഫാമിലി തന്നെ ബെറ്റ് വെക്കാറുണ്ടോ, ഇവളുടെ മുടി അരവരെത്തുന്ന കാലത്ത് ഞാൻ ഇന്ന കാര്യം ചെയ്യാം, കാക്ക മലർന്നു പറക്കുന്നു, പൂവൻകോഴി ഉച്ചയ്ക്ക് കരയുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ കളിയാക്കലുകളുണ്ട്. അത് തമാശയായിരുന്നു, ഭയങ്കര തമാശയായിരുന്നു എന്റെ മുടി ഇറങ്ങില്ല എന്നുള്ളത്. വിവാഹം കഴിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോ ഈ ജോലി റിസൈൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് കോവിഡ് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു പ്രശ്നം, ഞാൻ അലർജിക് റൈനൈറ്റിസ് ഉള്ള ആളാണ്. റൈനൈറ്റിസ് ഒരു സ്പെക്ട്രം അലർജീസ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഒരു വിധത്തിൽപ്പെട്ട യാതൊരു കോസ്മെറ്റിക് അല്ലെങ്കിൽ സിന്തറ്റിക് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും ഉപയോഗിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് അലർജിയെ ബാധിക്കാത്ത രീതിയിലുള്ള ജനറലി അലർജൻ ഫ്രീ ആയിട്ടുള്ള ലബോറട്ടറി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ച് സീരീസ് ചെയ്യണം. കാരണം എനിക്ക് മകളുണ്ടായി. എന്റെ മകളുടെ പേരാണ് ഋതുപർണ എന്നാണ് പേര്. അപ്പൊ അതിൽ നിന്നാണ് ഋതു ഹെയർ ആൻഡ് സ്കിൻ ഉണ്ടായത്. അപ്പൊ അവൾക്കും ഇതേ അലർജി കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കെല്ലാം ഒരു സസ്റ്റൈനബിൾ സ്കിൻ കെയർ ഫ്യൂച്ചർ വേണ്ടേ, അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും ആവണം, സെൻസിറ്റീവ് സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ എന്നുള്ളൊരു ആശയത്തിൽ നിന്നായിരുന്നു. അതിന്റെ തുടക്കം ഋതു ഹെയർ കെയർ ഓയിൽ ആയിരുന്നു. ഇതാണ് ഋതു ഹെയർ കെയർ ഓയിൽ. അത് ആദ്യം എന്റെ മുത്തശ്ശി കാച്ചിരുന്ന ഒരു വെളിച്ചെണ്ണയായിരുന്നു. അപ്പൊ അതില് പെട്ടെന്ന് ഒരു 10 days കൊണ്ട് ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോർമുലയായിരുന്നു. അതിലേക്ക് ഞാൻ ഈ അലർജി മാറാനായിട്ടുള്ള റെമഡിയൽ ഹെർബ്സ് ഇട്ട് സ്ട്രീം ലൈൻ ചെയ്തതായിരുന്നു ശരിക്കും ഈ ബ്രാൻഡിന്റെ തുടക്കം. അങ്ങനെ അത് ഉപയോഗിച്ചപ്പോൾ, കാരണം ജോലി റിസൈൻ ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് ജനറലി കുറച്ച് സമയം കൂടി ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ ചെയ്തു. പിന്നെ എന്റെ ഒരു ഫാർമസിസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് ഇത് ഫോർമുലേറ്റ് ചെയ്യിപ്പിച്ച്, ലൈക്ക് ലബോറട്ടറി ഫോർമുലേഷൻ ചെയ്യിച്ച് അതിലേക്ക് കുറച്ച് ഒലീവ് എക്സ്ട്രാക്ട്സും കാസ്റ്റർ എക്സ്ട്രാക്ട്സ് പോലെയുള്ള ചേരുവകൾ ചേർത്ത് മോഡേൺ സയൻസ് മെത്തേഡിൽ, ഓവർനൈറ്റ് സ്ലോ ഹീറ്റിംഗ് മെത്തേഡിലൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഈ ട്രഡീഷണൽ പ്രിപ്പറേഷൻ മെത്തേഡ് കഴിഞ്ഞ് ഒരു ലബോറട്ടറി ബ്ലെൻഡിംഗ് പ്രോസസ്സും സ്റ്റെബിലിറ്റി സ്റ്റഡി അടക്കം കൃത്യമായി ചെയ്ത് അങ്ങനെ ഒരു സയന്റിഫിക്കലി ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്, അതാണ് ട്രഡീഷൻ മീറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഇത് വളരെ എഫക്റ്റീവായി. അപ്പൊ പെട്ടെന്ന് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. എന്റെ ഹസ്ബൻഡിനും എന്റെ കുട്ടിക്കും അങ്ങനെ ചുറ്റുമുള്ളവർക്കും ഒക്കെ നല്ല റിസൾട്ട്സ് ഉണ്ടായി. ഇങ്ങനെയായിരുന്നു ഈ ബ്രാൻഡിന്റെ സ്റ്റാർട്ടിങ്. അവിടുന്ന് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇപ്പോ 20 പ്രോഡക്ട്സോളമായി എത്തി നിൽക്കുന്ന. കഴിഞ്ഞ കഴിഞ്ഞ March 8 നമുക്ക് ഇന്റർനാഷണൽ വിമൻസ് ഡേക്ക് ഒരു യുണൈറ്റഡ് നേഷൻ വിമൻ എന്ന് പറയുന്ന ഒരു റെക്കഗ്നീഷൻ കിട്ടിയിരുന്നു. അത് സ്റ്റേറ്റ് മിനിസ്റ്റർ ചിഞ്ചുറാണി മാഡം ആയിരുന്നു ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ അനഘ, ഈ ഫോർമുല നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണ് പറഞ്ഞു. ഈ കോൺസെപ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ്, പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പാടുള്ള ഒരു കാര്യം. കാരണം ഈ ബിസിനസ്സുമായിട്ട് ഇതിനു മുമ്പ് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ പെട്ടെന്നൊരു ദിവസം സസ്റ്റെയിൻ ചെയ്യണം, സർവൈവ് ചെയ്യണം, എനിക്ക് ജയിക്കണം, എനിക്ക് ലൈഫിൽ ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ബിസിനസ് എന്ന് പറയുന്ന ഒരു വലിയ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഒരു ബ്രാൻഡ് ഉണ്ടാക്കുക, അതിന്റെ ഫൗണ്ടറായി ഇരിക്കുക, അതിന് സ്വന്തമായി മാർക്കറ്റ് ചെയ്യുക, വലിയ കടമ്പകളാണ്. ഈ പ്രതിസന്ധി ഘട്ടം അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാടുണ്ടായിരുന്ന ഒരു സമയമുണ്ടല്ലോ, അതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് തരണം ചെയ്തത്? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവും, അവരുടെ മനസ്സിലും ഈ ഹോം മെയ്ഡ് ആയിട്ടുള്ള പല ആശയങ്ങളും ഉണ്ടാവും. ഇപ്പം ബേക്കേഴ്സ് ആവുന്ന ആളുകൾ, അതേപോലെ ഇതുപോലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ പലരും ഇപ്പോഴും ഞാൻ എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യും, ഞാനിത് എവിടെ സെല്ല് ചെയ്യും, എങ്ങനെ ഞാനിങ്ങനെ ഈ ഒരു ബ്രാൻഡ് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കും എന്നുള്ള ആശങ്കകളുണ്ട്. ആത്മവിശ്വാസമില്ലാത്ത ഒരുപാട് സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അനഘയ്ക്ക് എങ്ങനെയാണ് അനഘയുടെ ജേർണി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് 2 രീതികളാണുള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ബിസിനസ്സിൽ യാതൊരു മുൻപരിചയമുള്ള ഒരാളായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു പ്രോഡക്റ്റ് വളരെ പോപ്പുലറായി വരുന്ന കണ്ടപ്പോൾ എല്ലാവർക്കും എന്റെ വീട്ടിൽ പേടിയായിരുന്നു. അയ്യോ ഇതൊന്നും ശരിയാവില്ല, നമുക്കിതൊന്നും ശീലമില്ല. ബിസിനസ് ചെയ്ത് വിജയിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക ബിസിനസ് ചെയ്ത് തോറ്റ ആൾക്കാരാണ്. അപ്പൊ അവരുടെയൊക്കെ എക്സാമ്പിൾസ് മുന്നിൽ നിരത്തുന്നു. എന്നിട്ട് ഇതൊന്നും ശരിയാവില്ല എന്നായിരുന്നു വന്നത്. അപ്പൊ അവിടുന്ന് സത്യം പറഞ്ഞാൽ അതിന് 2 വഴികളുണ്ട്. ഒന്ന് the way of the process of money, and the process of hard work. ഞാൻ ഇതിൽ രണ്ടാമത്തെ ചൂസ് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്ത് വളരെ വലിയ സ്കെയിലിൽ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് എല്ലാവരുടെ മുമ്പിലേക്കും ഇതാ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് എത്തിക്കുന്നത് എളുപ്പമാണ്, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും. പക്ഷെ അത് സസ്റ്റൈനബിൾ ആണോ എന്ന് ചോദിച്ചാൽ അതിന് വീണ്ടും കുറെ, അത് മണി സസ്റ്റൈൻഡ് ആണ്, അത് പണം കൊണ്ട് മാത്രം സസ്റ്റൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി അതിന് നല്ല റിട്ടേൺസ് ഉണ്ടായിരിക്കും. പക്ഷെ സസ്റ്റൈനബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാല്ല എന്നാണ്. നമ്മുടെ രീതി നേരെ തിരിച്ചായിരുന്നു. അതായത് എനിക്ക് പ്രത്യേകിച്ച് സംരംഭകയാവണം എന്നൊരു മോഹം മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല, തന്നെ ആയി വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ
ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട എന്റെ വളരെ അടുത്ത 2 സുഹൃത്തുക്കളാണ് റോസ്മേരിയും ആൽഫിനും. അവരാണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത് കൊള്ളാം എന്ന് പറഞ്ഞ് അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പുറമേക്ക് പോകുന്ന 1-2 പേർക്കും വേണ്ടിയാണ് ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്തത്. 10 ലിറ്റർ പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരു ഉരുളിയിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഉരുളിയിൽ ഒരു സാധനമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ പുതിയ വെസൽസിലല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അത് ഞാനൊരു റീൽ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യായിരുന്നു. അതിന് താഴെ ഇവര് ആണ് വന്ന് കമന്റ് ഇട്ടത്, ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, നല്ല റിസൾട്ടാണ്, പെട്ടെന്ന് ഞങ്ങളുടെ ഹെയർ ഇഷ്യൂസ് ഒക്കെ മാറിയെന്ന്. അത് കണ്ടിട്ടായിരുന്നു അടുത്ത കുറച്ച് പേര് വാങ്ങിയത്. അപ്പൊ ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ വാങ്ങിയപ്പോൾ ഇവര് പറഞ്ഞു, ഒരു ചെറിയ എമൗണ്ട് വാങ്ങണം, നീ ഇത് വെറുതെ ഉണ്ടാക്കി തരരുത്. 10 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എഫേർട്ടാണ്, ഒരു 24 hours പ്രോസസ്സാണ്, പ്രത്യേകിച്ച് ഈ ലബോറട്ടറി പ്രോസസ് ഒക്കെ ഉള്ള കാരണം. അപ്പൊ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ തന്ന ഒരു ചെറിയ എമൗണ്ടിൽ നിന്നായിരുന്നു അടുത്ത 100 ആൾക്ക് വേണ്ടി ഉണ്ടാക്കിയത്. പിന്നെ ആ ഒരു ഒറ്റ റീൽ വീഡിയോ ഉണ്ടായിരുന്നു. ദൈവം സഹായിച്ച് ഇത്ര നാളായിട്ടും ഈ 2.5 വർഷം കഴിഞ്ഞിട്ടും ഈ 100 കസ്റ്റമേഴ്സ് എന്നുള്ളത് മുകളിലേക്ക് പോയിട്ടുണ്ട് ഓരോ ആഴ്ചയിലും എന്നല്ലാതെ തീരെ താഴോട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പൊ അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ഒരു 150 പേരൊക്കെ ആയപ്പോൾ ഋതുവിന്റെ ഉപയോഗിക്കുന്ന ആൾക്കാർ കൂടിയിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഋതു ഹെയർ ആൻഡ് സ്കിൻ ഫാമിലി എന്നാണ് അതിന്റെ പേര്. അതിൽ എന്നെ അഡ്മിൻ ആക്കി. അപ്പോൾ അതിൽ അവർ എന്നെ ഉപയോഗിച്ചതിന്റെ റിസൾട്ട് പറയുന്നു, അതിന്റെ അവരുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ആഡ് ചെയ്യുന്നു, അവരിത് വാങ്ങുന്നു, ഉപയോഗിക്കുന്നു, അതിന്റെ റിസൾട്ട് പറയുന്നു. ഇങ്ങനെ ഞാൻ പോലും അറിയാതെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായാലും ഇത് മുന്നോട്ട് പോകണം. അപ്പോൾ അച്ഛൻ പറയാൻ, അച്ഛൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, റിട്ടയർ ആയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള രീതിക്ക് തന്നെ ചെയ്യണം. ഇപ്പൊ നമ്മുടെ വീടിന്റെ അകത്ത് വളരെ അടുത്ത കുറച്ച് പേരിൽ മാത്രം നിൽക്കുകയാണ്. ഇത് പുറമേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള രീതി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ അത് നമുക്ക് അതിന്റെ ലൈസൻസിന് പോകണം. അതിന് എന്ത് വേണം? ഒരു കമ്പനി വേണം. കമ്പനി ഫോം ചെയ്യുമ്പോൾ എന്റെ അച്ഛനും അമ്മയും റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവരെ ഡയറക്ടേഴ്സ് ആക്കിക്കൊണ്ടാണ് നമ്മുടെ പർണ എസെൻഷ്യൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഫോം ചെയ്തത്. അവരാണ് ഇതിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 പേര്. അപ്പോൾ വനിതാ ദിനത്തിൽ ഒരു വലിയ മെസ്സേജും കൂടിയാണ്. എന്റെ അമ്മ 30 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരു പ്രൊഫഷണൽ ആയിരുന്നു. അവർ എന്റെ PhDക്ക് വേണ്ടിയാണ് അവരുടെ ജോലി റിസൈൻ ചെയ്തത്. അമ്മ ഒരിക്കലും ഒരു വീട്ടമ്മയായിട്ട് വീട്ടിൽ ഒതുങ്ങി കൂടരുത് എന്നുള്ള എന്റെ ഒരു വിഷനിന്റെ മുകളിലും കൂടിയാണ് അമ്മ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് എന്റെ. അപ്പോൾ അങ്ങനെ ഫോം ചെയ്തത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ റിസൾട്ട്സിന്റെ മുകളിലാണ് ഇത് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മളൊരു പ്രോഡക്റ്റ് കാണുന്നു, അപ്പൊ നമ്മൾ പെട്ടെന്ന് അത് ഇങ്ങനെ എത്രയോ പ്രോഡക്ട്സ് കാണാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി അതിൽ കൺവിൻസ്ഡ് ആയിരിക്കും. ഇങ്ങനെയായിരുന്നു മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ഋതു മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോഴും ആ ഗ്രൂപ്പാണ് ഋതു ഹെയർ ആൻഡ് സ്കിൻ ഫാമിലി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഇപ്പോൾ നമ്മുടെ ഋതു പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഒരു 3200ഓളം പേരുണ്ട്. അവരുടെ ഒരു അവരാണ് ഇതിന്റെ അംബാസിഡേഴ്സ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. പല ഗ്രൂപ്പ്സ് നമ്മൾ പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരിക്കലും ഒരു ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് തുടങ്ങിയ ഒരു ബ്രാൻഡ് അല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഫാമിലി കണക്ഷൻ ആണ് ഈ പേര് പോലെ തന്നെ. അതിൽ 2 പേര് കഴിഞ്ഞ മാസം വിവാഹം കഴിച്ചു. അപ്പോൾ എത്ര ക്ലോസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് അറിയാമോ? അതിൽ ആൾക്കാർ അവരുടെ സെൽഫി ഷെയർ ചെയ്യുന്നു, അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നു. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അനഘ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് ഇതിങ്ങനെ വലിയൊരു ബ്രാഞ്ചായിട്ട് മാറിയത് എന്നുള്ളത്. അത് ആ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ടാണ്. പക്ഷെ അതിനപ്പുറം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇത് സെല്ല് ചെയ്യുന്നതിലും പ്രൊമോട്ട് ചെയ്യുന്നതിലും ഒക്കെ അനഘയുടെ ഒരു പങ്ക് അത് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈ പണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പറ്റിയ ആളല്ല താങ്കൾ ഈ ഒരു ഫീൽഡിനെ ചേർന്ന ആളല്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് കൊടുത്തൊരു കറക്റ്റ് മറുപടി കൂടിയല്ലേ ഈ സക്സസ്? അതെ, അതിന്റെ ഒരു രസം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ തന്നെ തുടങ്ങിയത് കൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും എന്ന് വെച്ചാൽ ഓരോ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എത്ര നാളാണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്രോഡക്ട്സിന്റെ ലേബല് ഞാൻ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇതിന്റെ ലോഗോ എനിക്ക് എന്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ അത് ഒഴിച്ചു നിർത്താനേ പറ്റില്ല. ഋതു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നിൽക്കുന്നത് ആ ലേബലാണ് എപ്പോഴും. അപ്പൊ ഇതിന്റെ ഡിസൈനിങ് പാർട്ട്, ബ്രോഷേഴ്സ്, അതുപോലെ പ്രോഡക്റ്റിന്റെ ലേബല്, എല്ലാ കാര്യവും അതിന്റെ അപ്പിയറൻസ് ഞാൻ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ ഫോണിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേജ് മാനേജ്മെന്റ്, നമുക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇത്തരം സംഭവങ്ങളെല്ലാം ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസമുള്ള കാര്യം പേഴ്സണലി തുടങ്ങിയ ഒരു കാര്യമായതുകൊണ്ട് ഈ വാങ്ങിക്കുന്നവരായിട്ടെല്ലാം എനിക്ക് പേഴ്സണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ തന്നെ അവർ എന്നെ വിളിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ഞാൻ തന്നെയാണ് കൈയെത്തിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പുതിയ ഒരു തന്നെ വന്നൊരു രീതിയാണ്. ഞാനിതിനെ
ക്ലോസ് കമ്മ്യൂണിറ്റി മാർക്കറ്റിംഗ് എന്ന് പറയും. എന്ന് വെച്ചാൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സും ആയിട്ടുള്ള ഡയസ്പോറ പോലെ പോകുന്ന ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റി. ശരിക്കും അത് ക്ലോസ്ഡ് ആണ്, ഇൻവൈറ്റ് ഓൺലി കമ്മ്യൂണിറ്റി ആണത്. അതാണ് എന്റെ മാർക്കറ്റിംഗ് പേപ്പർ. ഋതുവിന്റെ വളർച്ചയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു റിസർച്ച് പേപ്പർ. അത് ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടായിരുന്നു. അത് എന്താണ്, അരുനഗർ അണ്ണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു നാഷണൽ മാർക്കറ്റിംഗ് സെമിനാറിൽ നമ്മളത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ അവരുടെ തന്നെ ഒരു ISSN പബ്ലിക്കേഷനിൽ റിസർച്ച് പേപ്പർ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് തീരെ പറ്റില്ല എന്ന് പറഞ്ഞ ആൾക്ക് നിങ്ങൾ ചോദിച്ച പോലുള്ള ഒരു മറുപടിയാണത്. എന്റെ പേരിൽ റിസർച്ച് പേപ്പർ ഉണ്ട് മാർക്കറ്റിംഗിൽ. അത് മാത്രമല്ല അനഘ, മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അനഘ ഇപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലായതാണ്, ഈ വലിയ സൗകര്യങ്ങളോ വലിയൊരു ക്യാപിറ്റലോ ഒന്നും നമുക്ക് വേണ്ട. നമ്മുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസം, നമുക്കത് ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ളത്. ഒരു ഫോൺ ഉപയോഗിച്ച് അനഘ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ചെയ്തു എന്നുള്ളത് എല്ലാവരെയും ഒരേപോലെ അതിശയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ എന്തായാലും അനഘയോട് ചോദിച്ചറിയാനുണ്ട്. ഋതുവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, അതിനപ്പുറം അനഘ ഉപേക്ഷിച്ചു വന്ന മാധ്യമ പ്രവർത്തനം, വിമൻ 18ലേക്ക് വെൽക്കം ബാക്ക്. നമ്മളോടൊപ്പം അനഘ ജയനാണ് ഉള്ളത്. ഋതു ഹെയർ ആൻഡ് സ്കിൻ എന്ന ബ്രാൻഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അനഘ ജയൻ നമുക്കൊപ്പം തുടരുകയാണ്. അനഘ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് മാധ്യമ പ്രവർത്തനം വളരെ പാഷനേറ്റ് ആയിട്ട് ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയ ആളാണ് അനഘ. പക്ഷേ ഒരു ഘട്ടത്തിൽ അത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഒരു സ്ത്രീ ആയതുകൊണ്ട്, അത്തരത്തിൽ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരു സാഹചര്യം തന്നെയാണോ ഉള്ളത്? അതെ, തീർച്ചയായിട്ടും ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് അത് ഉപേക്ഷിക്കേണ്ടി വന്നത്. കാരണം 8th സ്റ്റാൻഡേർഡ് മുതൽ വളരെ പാഷനേറ്റ് ആയിട്ട് പഠിച്ച് ജേർണലിസം തന്നെ ജേർണലിസ്റ്റ് ആവും എന്ന് വിചാരിച്ച് +1 മുതൽ ജേർണലിസം പഠിച്ചുകൊണ്ട് വരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂ മീഡിയയിലാണ്. അപ്പൊ ഒരിക്കലും മാധ്യമപ്രവർത്തക അല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മീഡിയ സ്റ്റഡീസിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോ ശരിക്കും എന്താണ്, വളരെ റിപ്പോർട്ടറായിട്ട് കൊച്ചിയില് ഒരു ഓൺലൈൻ ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടലിന്റെ റിപ്പോർട്ടറായിട്ട് നടന്ന സമയത്തായിരുന്നു ഞാൻ ഏറ്റവും സന്തോഷവതിയായിട്ടുള്ള എന്നെ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വളരെ നല്ലൊരു പൊസിഷനിൽ അടുത്തൊരു സ്ഥാപനത്തിലേക്ക് പോയതോടുകൂടിയാണ് എന്റെ എല്ലാ മനസ്സമാധാനവും ശരിക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ എന്താണ്, അത് കോവിഡ് വന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ 3 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യേണ്ട ആൾക്കാർ വേണമായിരുന്നു. പക്ഷെ പെട്ടെന്ന് കോവിഡ് വന്നതുകൊണ്ട് പുതിയ ഹയറിങ്സ് ഒക്കെ ഫ്രീസ് ചെയ്തതുകൊണ്ടും 3 ഷിഫ്റ്റിലും എനിക്ക് തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരുന്നു വന്നത്. അപ്പൊ അത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അതിനെല്ലാം എൻകറേജ്മെന്റ് അല്ലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെ എന്റെ മാനേജർ എന്നോട് സ്ഥിരം ചോദിച്ചിരുന്ന ഒരു കാര്യം, ടീമിലെ പുരുഷന്മാർക്ക് പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ അനഘ വർക്ക് ചെയ്യാത്തത്? അപ്പൊ ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2 മണിക്കൂർ എനിക്ക് തരാമോ എന്ന് ഞാൻ ആ മനുഷ്യനോട് ചോദിച്ച് കരഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതായത് വൈകുന്നേരം 7 മണി തൊട്ട് 9 മണി വരെ 2 മണിക്കൂർ എനിക്ക് ഓഫ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൊച്ചിനെ പാല് കൊടുത്ത് കിടത്തി ഉറക്കാം. അന്ന് എന്റെ മോള് ഞാൻ ബ്രസ്റ്റ് ഫീഡിംഗ് അമ്മായിരുന്നു. അവൾക്കന്ന് 1 വയസ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പാല് കൊടുത്തൊന്ന് കിടത്തി ഉറക്കാൻ 2 മണിക്കൂർ തരാമോ എന്ന് ചോദിച്ചപ്പോ, എന്താ അനഘ ഇത്, മറ്റുള്ളവരെല്ലാം ടീമിൽ വർക്ക് ചെയ്യാണ്, മറ്റു പുരുഷന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്, അനഘ ഒരു ഫെമിനിസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളല്ലേ, എന്നിട്ട് അനഘയ്ക്ക് എന്തുകൊണ്ടാണ് മുഴുവൻ സമയം വർക്ക് ചെയ്യാൻ പറ്റാത്തത്? ലിറ്ററലി രാവിലെ 9 മണി തൊട്ട് പിറ്റേന്ന് വെളുപ്പിന് 3 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ദിവസങ്ങളായിരുന്നു ആ 1.25 വർഷത്തിൽ എനിക്ക് കൂടുതൽ. അത് വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അതുകൊണ്ട് ഓഫീസിലിരിക്കേണ്ട സാഹചര്യം ഇല്ല. ഭയങ്കര അതിനെല്ലാം അത് എതിർക്കുമ്പോഴെല്ലാം ഹരാസ്മെന്റ്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയായിരുന്നു അത്ര സ്വപ്നമായിട്ടുള്ള ഒരു ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്റെ പ്രശ്നമാണ്. റീസെന്റ് ആയിട്ടുള്ള ഒരു 2, 3, 4 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് പുരോഗമനം പറയുമ്പോഴും, നമ്മൾ ഒരുപാട് മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോഴും, ഒരു വർക്ക് സ്പേസിൽ ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ, ഒരു അമ്മയായതിന്റെ പേരിലൊക്കെ അനുഭവിക്കേണ്ടി വന്ന ഹരാസ്മെന്റ്, ജോലി ചെയ്തിട്ട് പോലും അത് ഈക്വലി അവർ കണക്കാക്കപ്പെടുന്നില്ല, അംഗീകരിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ കഥയാണ് ഇപ്പം അനഘ പറഞ്ഞത്. ഈ അനഘ ആ മാധ്യമ പ്രവർത്തനം അവിടെ ഫിസിക്കലി ഉള്ള ചലഞ്ചസ് കൊണ്ടും ഇതുപോലുള്ള ഒരു ഫാമിലി ബാരിയേഴ്സ് കൊണ്ടും ഒക്കെ ഉപേക്ഷിക്കേണ്ടി വന്നു. പക്ഷെ അവിടെ അനഘ നിന്നില്ല, മുന്നോട്ട് കുതിക്കുകയാണ് ചെയ്തത്. എനിക്ക് എന്ത് പുതുതായി ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ ഇവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അനഘ ചിന്തിച്ചത്. ആ ഒരു സ്പാർക്ക്, ആ ഒരു മോട്ടിവേഷനാണ് എല്ലാ സ്ത്രീകൾക്കും വേണ്ടത്, പലർക്കും ഇല്ലാത്തതും. അനഘയുടെ ഒരു സ്റ്റോറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അനഘയ്ക്ക് ഈ ഊർജ്ജം എവിടുന്നാണ് കിട്ടിയത്? അനഘയുടെ ഒരു ഇൻസ്പിറേഷൻ എവിടുന്നാണ്?
എന്റെ ഇൻസ്പിറേഷൻ ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തനം തന്നെയായിരുന്നു. കാരണം നമ്മുടെ ആ ഒരു റുട്ടീൻ ഉണ്ട്, മൾട്ടി ടാസ്ക് ചെയ്യാനുള്ള, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി മെന്റലി പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു റുട്ടീൻ. പിന്നെ അത് മാത്രമല്ല, എനിക്കതൊരു വലിയ അറിവായിരുന്നു. കാരണം എനിക്ക് തീരെ റെസ്റ്റ് ഇല്ലാതെ ഒരു ദിവസം മുഴുവൻ വേണമെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കിയത് ആ ജോലിയുടെ സമയത്ത് നിന്നായിരുന്നു. അന്ന് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ഈ ചെയ്യുന്ന വർക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് അപ്രീസിയേഷൻ കിട്ടുന്ന, നമ്മുടെ ഒരു സെൽഫ് ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിലോ അതെന്തൊരു ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. ഇപ്പോഴും ഈ 9 മണി തൊട്ട് പിറ്റേന്ന് വെളുപ്പിന് 3 മണി വരെ വർക്ക് ചെയ്തിരുന്നതായിരുന്നില്ല എന്റെ കുഴപ്പം. ലാക്ക് ഓഫ് അപ്രീസിയേഷൻ, ലാക്ക് ഓഫ് അക്നോളജ്മെന്റ്, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഒരാളിവിടെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കൺസിഡറേഷൻ ഇല്ലാത്തതായിരുന്നു കുഴപ്പം. അതുകൊണ്ട് തന്നെ ആ റുട്ടീനാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ രാവിലെ തൊട്ട് രാത്രി, ഞാൻ പറഞ്ഞില്ലേ 3-4 ജോലികൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഈ ഒരു റുട്ടീൻ ഞാൻ വിട്ടിട്ടില്ല. പക്ഷെ നല്ലൊരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷൻ കൊടുത്താൽ, ഒരു അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഏത് ജീവിത സാഹചര്യത്തിൽ നിന്നും എത്ര ഉയരേക്ക് വേണമെങ്കിൽ ഉയർന്നു വരാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ. എവിടെയാണ് നമ്മൾ അറുതി വരുത്താൻ കഴിയുക? എങ്ങനെ നമുക്ക് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയും? അതായത് എവിടെയാണ് ഒരു മാറ്റം വരേണ്ടത്? അനഘയ്ക്ക് എന്താ തോന്നുന്നത്? മാറ്റം വരേണ്ടത് നമ്മുടെ സ്ത്രീകൾ ഇനി റേസ് ചെയ്യുന്ന കുട്ടികളിൽ തന്നെയാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നിലനിൽക്കുന്ന ആൾക്കാരെ എത്ര പറഞ്ഞു മനസ്സിലാക്കിയാലും അവരൊരു സോഷ്യൽ സിസ്റ്റത്തിന് ഞാൻ കുറെ ഇതിനു വേണ്ടി സംസാരിച്ചു നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇവര് ഡിഫെൻസീവ് ആവുന്നത് കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഓക്കെ, ഇതിന് വേണ്ടത് റീപാരന്റിംഗ് ആണ്. ഇവരെ ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്ത് അവിടുന്ന് തൊട്ടേ ഇത് മാറ്റി ചിന്തിപ്പിച്ച് തുടങ്ങേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ പരിമിതികൾ എന്താണ്, ഓരോരുത്തരുടെ സാധ്യതകൾ എന്താണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി അവരെ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് സ്പേസ് ആണ് ശരിക്കും വേണ്ടത്. ഇതിൽ സ്ത്രീ പുരുഷൻ എന്നല്ല, അവിടെയുള്ള എല്ലാവർക്കും തുല്യ സാധ്യതകൾ ഉണ്ടാവുക. അവിടെ തന്നെ നാച്ചുറലി, അല്ലെങ്കിൽ എന്താ പറയാ, അങ്ങനെ സ്ത്രീ പുരുഷ സമത്വവും ജെൻഡർ ഇക്വാലിറ്റിയും എല്ലാം വന്നു പോകും. തീർച്ചയായും ഈ സ്ത്രീകളുടെ വിഷമങ്ങൾ അത് സ്ത്രീകൾക്കാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് ഇതേപോലെയുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടായി അതിൽ നിന്നും റേസ് ചെയ്ത് വന്നിട്ടുള്ള അനഘയെ പോലെയുള്ള ആളുകൾക്ക്. അപ്പം ഋതു എന്ന് പറയുന്നത് നമ്മളൊരു ബ്രാൻഡിലേക്ക് എത്തുമ്പോഴും അത് സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്നത്, സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നതിനപ്പുറം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണ്. ഇനിയുള്ള ഒരു യാത്ര ഇപ്പം നല്ലൊരു സക്സസ്ഫുള്ളി ഒരു സംരംഭക എന്നുള്ള നിലയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അനഘയുടെ ഒരു കരിയർ പരിശോധിച്ച, പ്രൊഫഷൻ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അനഘ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇനിയും ഓരോ ദിവസവും എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിക്കുന്ന ആളാണ്. അത്തരത്തിൽ അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ്. അപ്പോൾ അനഘയ്ക്ക് ഈ സ്ത്രീകളെ കൂട്ടിച്ചേർത്തുകൊണ്ട്, സ്ത്രീകളെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പദ്ധതി ആയിക്കോട്ടെ, ഒരു സംരംഭമായിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ആലോചനയിലേക്ക് അനഘ വന്നിട്ടുണ്ടോ? ഞാൻ ആലോചിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇത് ഋതുവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ മനസ്സിലുള്ളത്. ഒന്ന്, ശാസ്ത്രീയ അടിത്തറയോട് കൂടിയുള്ള പാരമ്പര്യ കൂട്ടുകളായിരിക്കണം. രണ്ട്, സ്ത്രീകൾക്ക് സ്ത്രീകളെ മുന്നോട്ട് നയിക്കുന്ന രീതിയിൽ ഇപ്പൊ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ചേച്ചിമാര്, നിങ്ങളിപ്പോ സ്ക്രീനിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, അവരെ ഒരു 6-7 പേരുടെ ഒരു ടീമാണ്. അവരാണ് നമുക്ക് ഈ നമ്മുടെ ഋതു ഹെയർ കെയർ ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഹെർബ്സ് കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവരുന്നത് അടക്കം അവരാണ്. അവരുടെ പാരമ്പര്യ തൊഴിലായിരുന്നു. ആ തൊഴില് ഇപ്പൊ ചെയ്യാൻ ആരുമില്ല, ചെയ്താൽ അതിന് വലിയ റിട്ടേൺസ് ഇല്ല. അതുകൊണ്ട് അവർ മറ്റുള്ള ജോലികൾക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അവരെ തിരിച്ചു വിളിച്ച് അവരെ കൊണ്ട് അവരുടെ പഴയ പാരമ്പര്യ തൊഴിൽ റീസ്റ്റോർ ചെയ്ത് അവരെ കൊണ്ട് തന്നെയാണ് ഇത് വലിച്ചു കൊണ്ടുവരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇത് ഉണ്ടാക്കുന്നതും ഒരു 6-7 സ്ത്രീകളാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള, അല്ലെങ്കിൽ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സംരംഭമാണ്. അതിൽ ഏറ്റവും രസമുള്ള ഒരു കാര്യം ഈ പാരമ്പര്യ കൂട്ടുകൾ എങ്ങനെ ശാസ്ത്രീയ അടിത്തറയോടെ നൽകുക എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ നമ്മുടെ ആദ്യമായിട്ട് ഷാംപൂ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു കാര്യമായിരുന്നു. പണ്ട് നമ്മൾ ചീവക്കപ്പൊടിയൊക്കെ തേച്ച് കുളിക്കാറുണ്ട്. അപ്പൊ ഈ ചീവക്കപ്പൊടി ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ ശിക്കക്കായ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാംപൂ ചെയ്തേക്കുന്നത്. പാരബൻസോ സൾഫേറ്റ്സോ ആൽഡിഹൈഡ്സോ അനിമൽ ഫാറ്റ്സോ ഒന്നും ഇല്ലാതെ വളരെ പ്യുവർ ഫോമിലാണ്. അതുപോലെ തന്നെ എല്ലാ പ്രോഡക്ട്സും, ഇപ്പൊ അശ്വഗന്ധാദി തൈലം വളരെ നല്ലതാണ് സ്കിന്നിന്. ഇന്നത്തെ ജനറേഷനിൽ ആരാണ് അശ്വഗന്ധാദി തൈലം ഉപയോഗിച്ച് തേക്കുക? അപ്പൊ നമ്മൾ
അതിനെ ഒരു ബോഡി ലോഷൻ ഫോമിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പുതിയ കാലത്തെ ആൾക്കാർക്കും അതിന്റെ ഗുഡ്നെസ് എല്ലാം കിട്ടുന്നു. അതുപോലെ നമ്മുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പീച്ചിങ് അകത്ത് തന്നെ ഫിറ്റ് ചെയ്തിട്ടുള്ള ബാത്ത് കേക്ക്സ്. അപ്പോൾ സോപ്പ് വിത്ത് ആൻ ഇൻബിൽറ്റ് നാച്ചുറൽ സ്ക്രബ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമ്മൾ ഓരോ പ്രാവശ്യം ലൂഫേ ഷവർ ജെല്ലെടുത്ത് കുളിക്കാനുള്ള ഒരു ഇതാണ്. നമുക്ക് സമയമില്ല, നമ്മുടെ എല്ലാവരുടെയും ബാത്റൂമിൽ അങ്ങനെ ഒരു ഐറ്റം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു ഫിക്സ് ആയിട്ടാണ് ലുഫ വന്നത്. ഇങ്ങനെ എല്ലാം ഓരോ കാര്യവും പാരമ്പര്യ കൂട്ടുകൾ അല്ലെങ്കിൽ പണ്ട് നമ്മൾ ചെയ്ത് ശീലിച്ചിട്ടുള്ളതെല്ലാം ശാസ്ത്രീയ അടിത്തറയോടെ ലബോറട്ടറി ഫോർമുലേറ്റഡ് ആയിട്ട് എന്താണ് ടെസ്റ്റഡ് ആൻഡ് ലൈസൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഋതുവിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യം. അപ്പോ അനഘ എന്ന് പറയുന്നത് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾക്ക് ഇൻസ്പിറേഷൻ ആവും. അനഘയുടെ കഥ, അനഘയുടെ ജേർണിയൊക്കെ ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിമൻ 18-ൽ ഇന്ന് നമ്മൾ ഈ വിമൻസ് ഡേക്ക് അനഘ ജയനോളം ഇതിന് യോഗ്യയായ, ഇന്നൊരു ഗസ്റ്റായിട്ട് വരാൻ യോഗ്യയായ മറ്റൊരാള് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അതിൽ അനഘ മുൻപന്തിയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് ഇവിടെ എത്തി നിൽക്കുന്നു ഈ ചെറുപ്രായത്തിൽ എന്നുള്ളതാണ് അനഘയെ വ്യത്യസ്തമാക്കുന്നത്. അതും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പുതിയ ആശയങ്ങളും പുതിയ സംരംഭങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് കുതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അനഘ. അപ്പം ആ ആഗ്രഹങ്ങളും ആ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാകട്ടെ, ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അനഘ. സമയക്കുറവുള്ളത് കൊണ്ടാണ് ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. അപ്പം നമ്മുടെ ഈ വിമൻ 18-ന്റെ ഈ ഒരു സമയം ഇവിടെ അവസാനിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. എന്തായാലും അനഘ ഇത്രയും ദൂരം എത്തി, സ്റ്റുഡിയോയിലെത്തി ഞങ്ങളോട് സംസാരിച്ചതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പം വരുന്ന എല്ലാ പ്രൊജക്റ്റിനും ഇപ്പൊ തന്നെ അഡ്വാൻസ് ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അനഘ. താങ്ക് യു. അപ്പോൾ വിമൻ 18 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.